ഗായത്രി അല്ലാതെ പ്രണമോലിൽ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഗായത്രിക്ക് ഇത് താങ്ങാൻ പറ്റൂ? അയ്യോ നെവർ ആണ്. ഞാൻ ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ആരെയും ഞാൻ കല്യാണം കഴിക്കുക. മുമ്പിലേക്ക് നോക്കിയപ്പോ മുമ്പിൽ ഒരു ബസ് പോണ്ടായിരുന്നു. ബസ്സിന്റെ മുകളിൽ പ്രണവ്. അതായത് ദൈവം ഇങ്ങനെ ഓരോ സിഗ്നൽ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. 21ാം നൂറ്റാണ്ട് അതിന്റെ ഷൂട്ടിംഗ് സാജ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടില്ലേ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രണവ് ഡാൻസ് ചെയ്തോണ്ടിരിക്കുക. കട്ട് പറഞ്ഞപ്പോ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എടോ ഞാൻ താങ്കളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്, ഐ എം ഗായത്രി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തു. ഈ സതുദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് വീണ്ടും അതിനെയും എടുത്ത് അല്ലാത്ത രീതിയിൽ പറയുമ്പോഴേക്കും ഗായത്രിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ടോ? ആദ്യമൊക്കെ നല്ല വിഷമം തോന്നാറുണ്ട്. അതായത് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം വരെ നടന്നു കഴിഞ്ഞു. ഇത്രയും എന്നെ അടിച്ചമർത്തി കഴിഞ്ഞു. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രങ്ങളും ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും പറയുന്നത്? എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം. പിന്നെ ഒരു പ്രിൻസസ് റോൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശരാശരിയുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ, എന്നെ ഇത് ചെയ്യുന്നുള്ളൂ, ബാക്കി ജനം അംഗീകരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഗായത്രിയുടെ ഒരു സെൻസസ് കണക്ക് ഉണ്ടായിരുന്നു. കേരളത്തിൽ 3 കോടി ജനങ്ങൾ ഇന്ന് 1 ലക്ഷം പോയി കഴിഞ്ഞാൽ 2 അതല്ലേ പറയണേ? സത്യം പറയാലോ, അത് ഞാൻ പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ തന്നെ. ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. ഉസി കെ ഹാത്ത് മേ മത് ജാനാ കുച്ച് തോ കരൂ മൈ ദീവാനാ ഉസി കെ ഹാത്ത് മേ മത് ജാനാ കുച്ച് തോ കരൂ മൈ ദീവാനാ. ഹൃദയം സിനിമ കണ്ടായിരുന്നു? കണ്ടു. കണ്ടിട്ട് എന്ത് തോന്നി? ഇറ്റ്സ് ഓക്കെ തോന്നി. പക്ഷെ അങ്ങനെയല്ല, പ്രണവ് മോഹൻലാലിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞൊരാള് ആദ്യം സ്നേഹിച്ച പെൺകുട്ടിയെ ആ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരുന്ന ആ പടത്തിന്റെ കഥ ഞാൻ പറയുന്നില്ല. അപ്പം സംഭവം അങ്ങനെ ഒരു കുറച്ച് ഇമോഷണലി ഇതായിട്ടുള്ള സംഭവം. അപ്പൊ അങ്ങനെ ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഗായത്രി അല്ലാതെ പ്രണവ് മോഹൻലാൽ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഗായത്രിക്ക് ഇത് താങ്ങാൻ പറ്റൂ? അയ്യോ നെവർ ആണ്. ഞാൻ പറയട്ടെ, ദൈവം നിശ്ചയിച്ചാൽ അത് നടക്കട്ടെ. അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല. ഫസ്റ്റ് തിങ് ഞങ്ങൾ ഒരു വട്ടം, അയ്യോ അത് ഭയങ്കര കോയിൻസിഡൻസാ. അതായത് ദൈവം ഇങ്ങനെ ഓരോ സിഗ്നൽ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ട്രോൾ വരുന്നാലും കുഴപ്പമില്ല. എന്താ ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ സിഗ്നൽസ് തന്നോണ്ടേ ഇരിക്കുക. ഞാൻ ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവം ആരെയും ഞാൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് മുമ്പിലേക്ക് നോക്കിയപ്പോ മുമ്പിൽ ഒരു ബസ് പോണ്ടായിരുന്നു. ബസ്സിന്റെ മുകളിൽ പ്രണവ്. ആ ബസ്സിന്റെ പേര് പ്രണവ് എന്നായിരുന്നു. അത് യൂണിവേഴ്സിന്റെ ഒരു സിഗ്നൽ അല്ലേ? അല്ല, അപ്പം ആ ബസ്സിനോടും പ്രണയം തോന്നിയോ? ഇല്ല, അത് യൂണിവേഴ്സ് ഒരു ആൻസർ കാണിച്ചെന്ന പോലെ. ശരി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അല്ല, ബസ്സിന്റെ മുതലാളിയുടെ പേര് വല്ല ദാമോദരനോ ശശി എന്നോ ആണെങ്കിൽ പ്രണവ് ശശിന്നോ പ്രണവ് ദാമോദരനോ ആയിരിക്കും. അപ്പൊ പേര് തെറ്റി പോകരുത്. പ്രണവ് മോഹൻലാൽ എന്നുള്ള സംഭവം അല്ല ബസ്സിന്റെ പേര്. മോഹൻലാൽ ഉണ്ടായിരുന്നില്ല, പ്രണവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനൊരു സൈൻ ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് 21ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമ, അതിന്റെ ഷൂട്ടിംഗ് എവിടെ സാജ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടില്ലേ, എവിടെ നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത്. അപ്പൊ ഞാനും അച്ഛനും അമ്മയും ഒരു ദിവസം എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി അവിടെ കയറി. അവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ വെയിറ്റർ വന്ന് പറയാ, ഇവിടെ പ്രണവിന്റെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ കയറാനും ആ ഷൂട്ട് ആ സമയത്ത് അവിടെ നടക്കാനും. അവരൊക്കെ ഇരുന്ന് ചിരിക്കും. എറണാകുളത്ത് തന്നെ എത്ര ഹോട്ടൽസ് ഉണ്ട്, പക്ഷെ ആ ഹോട്ടലിൽ തന്നെ സാജ് ഹോട്ടലിൽ തന്നെ നടക്കുക. അല്ലല്ലേ, ഞാൻ കാര്യം പറഞ്ഞു. കാരണം ആ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് എന്നിട്ട് കണ്ടോ പ്രണവ് മോഹൻലാലിനെ? എന്നിട്ട് ഞാൻ അപ്പോ മറ്റേ പാട്ട് എടുത്തോണ്ടിരിക്കുന്നു, പബ്ബിലുള്ളൊരു സീൻ എടുത്തോണ്ടിരിക്കുന്നു. അപ്പോ പ്രണവ് ഡാൻസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രണവ് കട്ട് പറഞ്ഞപ്പോ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എടോ ഞാൻ താങ്കളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്, ഐ എം ഗായത്രി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തു. അങ്ങോട്ട് അത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഏതോ ഒരു കുട്ടി വന്ന് കൈ തന്നു പോയി, അത്രേ ഉള്ളൂ. ആ ഒരു പരിചയം മാത്രമേ എനിക്ക് പ്രണവായിട്ടുള്ളൂ, വേറെ ഒരു പരിചയമില്ല. ഇത് കൊറോണയ്ക്ക് മുമ്പല്ലേ? 2019 ആയിരിക്കും. എപ്പോഴാ ഞാൻ കൈ കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇപ്പൊ എല്ലാരും കൈ കൊടുക്കാൻ വേണ്ടി മറ്റേ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൊറോണയ്ക്ക് മുമ്പാണ് സംഭവം. എന്തായാലും ആ ഒരു ഇത് അവിടെ നിൽക്കുന്ന ഹൃദയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിനകത്തൊരു അത് വിഷയം മാറിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഹൃദയത്തിലെ കഥ പോലെ ജീവിതത്തിൽ വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അതൊരു ആഗ്രഹം മാത്രമാണ്. പക്ഷെ എന്നാലും പ്രണവ് മോഹൻലാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രണവ് മോഹൻലാലും കല്യാണം കഴിഞ്ഞ ഭാര്യയുമായിട്ട് കയറി വരുമ്പോഴേക്കും പെട്ടെന്ന് എന്തായിരിക്കും ഗായത്രിയുടെ? അയ്യോ, ഞാനിതെങ്ങനെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രങ്ങളും ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും പറയുന്നത്? ഒരു പ്രിൻസസ് റോൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രാജകുമാരി. പിന്നെ ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു കുട്ടി അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് വേൾഡ് ഇൻഫ്ലുവൻസറായി മാറുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം. അതായത് അവരുടെ ജീവിതവും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അതും അഭിനയിക്കണം. പക്ഷെ
അതില് മറ്റേ സീൻസ് ഒന്നും ഇൻവോൾവ് ആവരുത്, അതായത് ഇന്റിമേറ്റ് സീൻസോ അങ്ങനെ ഭയങ്കര വൾഗർ ആയിട്ടുള്ള സീൻസ് ഉണ്ടാവരുത്. പിന്നെ ഞാൻ ഇതാ പറഞ്ഞത് ചേട്ടാ, ഇത് മൂന്നുമാണ് ഞാനും കേട്ടത്. അപ്പൊ ഈ 3 കഥാപാത്രങ്ങളിലും എന്താണ് ഗായത്രിയെ സ്വാധീനിച്ചത്? ഇങ്ങനെയുള്ള കഥാപാത്രം വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്തെങ്കിലും വേറെ സിനിമകളാണോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ട പ്രവൃത്തിയാണോ? അല്ല, പ്രിൻസസ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള, പ്രിൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ക്യാരക്ടറാണല്ലോ. നല്ല ഡ്രസ്സ് ഇടാം, നല്ല റോയൽ, നല്ല ജ്വല്ലറി, നല്ല മുടി, രഥത്തിൽ വരിക, നല്ല പാലസ്, അത് ഒരെണ്ണം. ശരി. അപ്പം സർഷിക്കിന് അങ്ങനെ ഒരു പ്രിൻസസിനെ വെച്ചിട്ട് ഒരു കഥാപാത്രം അടുത്തെടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടോ? ഇത്രയും വലിയൊരു വളരെ ഇതായിട്ട് ആലോചിച്ചിട്ടില്ല. ശരി. രണ്ടാമത്തത് അത് എന്റെ ജീവിതത്തിലെ എയിം തന്നെയാണ്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു പെൺകുട്ടി സ്വപ്രയത്നം കൊണ്ട് വേൾഡ് ഇൻഫ്ലുവൻസറായി മാറുന്നത്, അത് എന്റെ ജീവിതത്തിലെ ഡ്രീമാണ് ആ ഒരു ക്യാരക്ടർ. അത് പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് റോൾസ് ചെയ്യണം. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവ് മാത്രം ചെയ്ത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും എന്തുകൊണ്ട് അവരിവിടെ എത്തിച്ചേർന്നു, എന്താണ് അവരെങ്ങനെ ആവാൻ കാരണം, എന്തൊക്കെ വിഷമങ്ങളിലൂടെയാണ് അവർ കടന്നു പോണത്, അതൊക്കെ കാണിക്കാൻ. ഈ സതുദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് വീണ്ടും അതിനെയും എടുത്ത് അല്ലാത്ത രീതിയിൽ പറയുമ്പോഴേക്കും ഗായത്രിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ടോ? ആദ്യമൊക്കെ നല്ല വിഷമം തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ പ്രണവ് ഹൃദയത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾ ഏറ്റവും പേടിക്കുന്ന സാധനം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും പൊളിയാണ്, പന്നിപ്പൊളി എന്ന് പറയില്ലേ, ആ സീനാണ് ഞാനിപ്പോ. അതായത് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം വരെ നടന്നു കഴിഞ്ഞു, അത്രയും എന്നെ ട്രോളി, അത്രയും എന്നെ അടിച്ചമർത്തി കഴിഞ്ഞു, പിന്നെ ഞാൻ പൊളിയാണ്. ഇന്ത്യയിലെ ഒരു ജനവിഭാഗം മാത്രമേ ഗായത്രിയെ ട്രോൾ എന്നുള്ളത്, കാരണം ജനസംഖ്യയുടെ ഒരു ആനുപാതിക കണക്കനുസരിച്ചിട്ട് ഗായത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പേര് മാത്രമേ, ഇത്രയും ശരാശരിയുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ, എന്നെ ഇത് ചെയ്യുന്നുള്ളൂ, ബാക്കി ജനം അംഗീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രിയുടെ ഒരു സെൻസസ് കണക്കും ഉണ്ടായിരുന്നു. ചേട്ടാ അതൊക്കെ ആ സമയത്ത് അത് മനസ്സിൽ തട്ടി പറഞ്ഞാണോ? കാരണം അത് ദേഷ്യം കൊണ്ട് പറഞ്ഞാണോ അതോ കൃത്യമായിട്ട് കണക്കൊക്കെ എടുത്തിട്ട് പറഞ്ഞാണോ? സത്യം പറയാലോ, അത് ഞാൻ പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ തന്നെയാണോ? ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, അങ്ങനെ പറയാന്ന് പറഞ്ഞതാണ്. ശരി. അപ്പൊ ഈ കണക്കുകളെല്ലാം നോക്കിയായിരുന്നു ഗൂഗിളിലൊക്കെ ചെന്ന്? എന്റെ ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലായി, എന്താ പറയാ, കേരളത്തിൽ 3 കോടി ജനങ്ങള് ഇന്ന് 1 ലക്ഷം പോയി കഴിഞ്ഞാൽ 2.3 അതല്ലേ പറയണേ? അതെ. എന്റെ ചേട്ടാ അവിടെ ഇരുന്നിട്ട് എനിക്ക് കൂട്ടാൻ പറ്റുമോ? 3 കോടി മൈനസ് 1 lakh = 2,99,000 ഒരു കണക്ക് ഇങ്ങോട്ട് പറയാ, ഏകദേശം രൂപാന്തരപ്പെടുത്തിയ സാധനം. ഓക്കെ, ശരി. എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ സംഭവത്തിന് വരുമ്പോഴേക്കും ഗർഭിണിയായിട്ട് ഗായത്രി സുരേഷ് പ്രത്യക്ഷപ്പെടുന്ന ഒരു സിനിമ. ഒന്നാമത് പ്രഗ്നന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്, നമ്മൾ ആ സമയത്ത് കൂടുതൽ കെയറിങ് ആവശ്യമുള്ള സംഭവമാണ്. അതിനിടയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വേറൊരാൾ പിറകുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ഈ റോള്. അല്ല ചേട്ടാ, എന്താ പറയാ, ഞാൻ ഗർഭിണിയായാൽ ഞാൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി നമ്മളൊരു വെയിറ്റ് സങ്കല്പിച്ചാൽ, വയറിലൊരു വെയിറ്റ് സങ്കല്പിച്ചാൽ നമ്മൾ അഭിനയത്തിലും അത് വരും എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ചാലഞ്ചിങ് ഒന്നും എനിക്ക് തോന്നിയില്ല. സർഷിക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞ സാധനം എടുക്കുമ്പോഴേക്കും സാധാരണ ആരും ഇങ്ങനെ ഒരു സൈക്കോ ത്രില്ലറിലേക്കൊന്നും അധികം മലയാളത്തിൽ കൈവച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇത് പാൻ ഇന്ത്യൻ വേറെ വിവിധ ലാംഗ്വേജുകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്തിനാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് ഒരു സൈക്കോ ത്രില്ലർ തന്നെ വേണം എന്നൊരു തോട്ട് തോന്നിയത്? വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം പിടിക്കാം എന്നുള്ളൊരു ഐഡിയ തന്നെയാണ്. പിന്നെ ഇത്തരം സൈക്കോ പടങ്ങൾ എനിക്ക് കാണാൻ കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യാവുന്നതാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കുക. അതുകൊണ്ട് തന്നെയാണ് സൈക്കോ പിടിച്ചത്. പ്രത്യേകിച്ച് നമ്മളിപ്പം വിദേശ ഭാഷകളിലെ ചിത്രങ്ങൾ എടുത്താൽ അങ്ങനെയുള്ള പടങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയും കിട്ടുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും പടങ്ങളൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കാരണം അത്തരം പടങ്ങൾ, കാരണം ഹോളിവുഡിൽ ഈ ഒരു ജോണറിൽ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. അതൊക്കെ നമുക്കൊരു ഇഷ്ടമാണ് കാണുമ്പോൾ. ഒരു സംഭവം മലയാളത്തിലും വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. ഗായത്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു പാട്ട് പാടി, ഈ പാട്ട് പാടി ഗായത്രി എന്ത് ചെയ്യുന്നു എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷക ലോകം. അപ്പൊ ഈ പാട്ട് പാടിയപ്പോഴും അത് വൻ ഹിറ്റായി മാറി. കാരണം അതിന്റെ 2 ലൈൻ ഗായത്രി തന്നെ പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആയിക്കോട്ടെ. आजा रे आज मेरे सांसों को रोक लो, आजा रे आज मेरे नजरे सवालिया, आजा रे आज मेरे इश्कों को मान दो, आजा रे आज मेरे नुकसान तो देख लो, फुगिदा रा रा फुगिदा रा रा फुगिदा रा रा फुगिदा रा रा, दमाले दमाल तेरे शया शया शैतानिया,
उसी के हाथ में मत जाना कुछ तो करो मैं दीवाना उसी के हाथ में मत जाना कुछ तो करो मैं दीवाना. ഗായത്രി നേരത്തെ പാടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എന്നാലും സിനിമയിൽ പാടണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ? പിന്നെ ജമുന പേരി തൊട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇപ്പൊ എല്ലാ ആക്ടേഴ്സും പാടുന്നുണ്ട്, അപ്പൊ എനിക്കും ഒന്ന് പാടണം. പിന്നെ എനിക്ക് എല്ലാ മേഖലയിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇവര് എന്നെ വിളിച്ചു പറയണത് നമുക്കൊരു പാട്ട് പാടിയാലോ ഈ സിനിമയില്. ഓക്കെ, അതിനെന്താ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. ഗായത്രി സുരേഷിന്റെ സംവിധാനത്തിൽ ഇന്നൊരു പടം ഒരുങ്ങുന്നു എന്ന് പറയുമ്പോഴേക്കും ഗായത്രി പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു സബ്ജക്ട് എന്തായിരിക്കും? എന്റെ ലൈഫ്. ഓക്കെ, അപ്പൊ അതിൽ ട്രോളന്മാർ ഒക്കെ അതിനകത്തൊരു കഥാപാത്രങ്ങളായിട്ട് വരുമോ? പക്ഷെ അത് ട്രോളന്മാരൊക്കെ ശരിക്കും വളരെ ചെറിയൊരു ഘട്ടമാണ്, അവർക്ക് വലിയ റോള് കൊടുക്കത്തില്ല. അതുകൊണ്ടല്ല, അതിനെക്കാട്ടും എത്രയോ സംഭവബഹുലമായ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതുണ്ട്. പക്ഷെ കുറച്ചുകൂടി വേറെ കുറെ കാര്യങ്ങളും കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള, മൊത്തം പോസിറ്റീവ് വൈബ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ബാങ്കിൽ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ കഴിഞ്ഞ കൊല്ലം റിസൈൻ ചെയ്തു. അതെന്താണ് റിസൈൻ ചെയ്യാൻ കാരണം? ബാങ്കിങ് എനിക്ക് പറ്റിയതല്ല ചേട്ടാ. കാരണം നമുക്കൊരു ഒരെണ്ണത്തിലെ പാഷൻ ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യേണ്ട ആവശ്യം. പക്ഷെ എനിക്ക് ബാങ്കിങ് എൻ്റെ ഒരു നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഓക്കെ, എനിക്ക് മൊത്തം ആക്ടിങ് തന്നെയാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ പൂർണ്ണമായിട്ട് ആക്ടിങ്ങിലേക്ക് ഇറങ്ങി ഇപ്പൊ ആ ജോബ് തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് എന്റെ അടുത്ത്. കാരണം എന്റെ പകരം വേറൊരു ആൾക്കത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ആ ജോലി. ഓക്കെ, ആ ഒരു മനസ്സാണ് നമ്മൾ എപ്പോഴും കാണിക്കേണ്ടത്. സർഷിക് റോഷൻ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം എസ്കേപ്പ് വന്നൊരു സക്സസ് ആയിരിക്കട്ടെ. ഒപ്പം രണ്ടുപേരോടും ഹൃദയംഗമായ നന്ദിയും ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ഗായത്രി സുരേഷ് ആയിരുന്ന സർഷിക്കായിരുന്നാലും ചോദിക്കുന്ന ചോദ്യങ്ങളോട് നമ്മൾ പലപ്പോഴും മസിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ മനസ്സ് തുറക്കുമ്പോഴാണ് അതൊരു ഇന്റർവ്യൂ പൂർണ്ണമാകുന്നത്. ഗായത്രി ആയിരുന്നാലും സർഷിക്കായിരുന്നാലും ആ രീതിയിൽ സഹകരിച്ചു. താങ്ക് യു സോ മച്ച്.